കോൺഗ്രസിന്റെ ഒരു യുവ MLA പീഡന കേസിൽ പെട്ടിരിക്കുകയാണ്. ഇത് കേസായോന്ന് ചോദിച്ചാൽ കേസായിട്ടില്ല. ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയാണത്രേ ഈ യുവ MLA പീഡിപ്പിച്ചിരിക്കുന്നത്. കേസാക്കാതെ ഈ മാധ്യമ സ്ഥാപനവും അതിന്റെ തലപ്പത്തിരിക്കുന്ന വലിയൊരു സ്ത്രീയും കൂടെ ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ. ഇവിടെ പീഡനം മാത്രമല്ല, നിർബന്ധിച്ചുള്ള ഗർഭചിത്രം, അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഈ കോൺഗ്രസ് MLA ആരാണ്? ഈ പറയുന്ന കഥയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ നൽകുന്ന സാമ്പത്തിക സംഭാവനകൾ കൊണ്ടാണ്. വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക്, യൂട്യൂബിൽ നിന്നുള്ളത് ഒരുപാട് പേര്, നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് വീഡിയോയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് സാമ്പത്തികമായി നിങ്ങളോട് സഹായം ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നത് ദയവ് ചെയ്ത് തുടരുക. കുറച്ചു കാലത്തേക്ക് മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതുന്നു. അതിനുള്ളിൽ പഴയ റീച്ചിലേക്ക് നമ്മുടെ ചാനൽ വരികയും ചെയ്യും. അപ്പോൾ അത്രയും ഒരു കാലത്തേക്ക് നമ്മളെ ഒന്ന് സഹായിക്കാം. അപ്പോ ബാക്ക് ടു ദ ടോപ്പിക്. ആദ്യമായി യുവ കോൺഗ്രസ് MLA പറ്റി പറയാം. പേര് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല, ആരാണ് വ്യക്തി എന്നത് എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല ഞാൻ പേര് ഈ വീഡിയോയിൽ പറയാത്തത്. നിയമപരമായി ഞാൻ ഒരു കേസിൽ പ്രതി എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് പറയണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം. അതാണ് നിയമം. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു FIR രജിസ്റ്റർ ചെയ്യാതെ ഒരു വ്യക്തിയെ പ്രതി എന്ന് ആരോപിച്ചാൽ അത് മാനനഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിയമപരമായി എനിക്കെതിരെ നടപടി എടുക്കാൻ റിലയബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അങ്ങനെ എടുക്കാം. അതാണ് നിയമം. അദ്ദേഹത്തിന്റെ പേര് ഇതുവരെയും ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പറയുന്നില്ല. FIR രജിസ്റ്റർ ചെയ്താൽ അടുത്ത നിമിഷം പേര് പറയാനും ഒരു മടിയില്ല എന്ന് തന്നെ പറയുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു പ്രമുഖ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയെ, ഒരു ജേർണലിസ്റ്റിനെ കുറച്ചുനാള് പ്രേമിച്ചു. കുറച്ചുനാൾ ഇവര് തമ്മിൽ ബന്ധത്തിലായിരുന്നു, നല്ല ബന്ധത്തിലായിരുന്നു. പ്രേമിച്ച് പിന്നെ ആ ബന്ധം ശാരീരികമായിട്ടൊക്കെ മുന്നോട്ട് പോയി. ജേർണലിസ്റ്റ് ഗർഭിണിയായപ്പോൾ അവർക്ക് ഈ ഗർഭം കളയാനോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ നമ്മുടെ യുവ MLAക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇത് പുറത്തറിഞ്ഞാൽ പോകും എന്ന് തന്നെ ഭയന്നുകൊണ്ട് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുണ്ടായി. എങ്ങനെ പ്രവർത്തിച്ചു? ഈ മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നത് സത്യത്തിൽ ഈ സ്ത്രീകൾക്കെതിരേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പടവാളെടുത്ത് വലിയ രീതിയിലുള്ള സ്റ്റോറികളൊക്കെ ചെയ്യുന്ന അത്രയും ശക്തിയായ ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവരുടെ അടുത്ത് ഈ യുവ MLAയുടെ ഒരു ഉപദേഷ്ടാകനുണ്ട്. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യുവ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തോട് പോയി എന്നെ രക്ഷിക്കണം, ഈ കേസ് പുറത്തറിയാതെ ഒതുക്കി തീർക്കാൻ രക്ഷിക്കണം എന്ന് പറയും. അദ്ദേഹം ഈ മാധ്യമ സിംഹിണിയോട് ഈ കാര്യം പറയുകയും അവര് പൈസ വാങ്ങിയിട്ടാണെന്നും പറയുന്നു, വാങ്ങാതെയാണെന്നും പറയുന്നു. ബാധിക്കപ്പെട്ട ജേർണലിസ്റ്റിനോട് സംസാരിക്കുന്നു. ഇപ്പോ ഇത് പുറത്ത് പറയണ്ട, നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം, തൽക്കാലം ഇത് അബോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അബോർഷന് വിധേയയാക്കി. ഇത്രയും കാര്യങ്ങൾ ഈ മാധ്യമ സ്ഥാപനത്തിനകത്ത് തന്നെ ഒതുങ്ങി പോകേണ്ടതാണ്. എന്നാൽ നമ്മുടെ സിംഹിണിയോട് താല്പര്യമില്ലാത്ത മറ്റു ജീവനക്കാർ ഇത്തരം കാര്യങ്ങളെ പറ്റി കേൾക്കുകയും അവിടെ നിന്നും ഇത് പുറത്തേക്ക് വരികയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. ഇതില് കോൺഗ്രസിലെ ഒരു യുവനേതാവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ഹിന്റുകളാണ് ആളുകൾ തരുന്നത്. പക്ഷേ ഇത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, സന്ദേശം സിനിമയിലെ പഴയ കുമാരയുള്ള സാറിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, മറുപക്ഷത്ത് നല്ല ചുറുചുറുക്കുള്ള ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പെണ്ണുകേസിലൊക്കെ പെടുത്തി അവരുടെ ജനപ്രീതി നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാർ എപ്പോഴും പയറ്റുന്ന ഒരു തന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു യുവ MLAക്കെതിരെ, അതും ഇത്രയും ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ, നല്ല വാഗ്മിയാണ് ഇദ്ദേഹത്തോട് സംസാരിച്ച് ജയിക്കാനൊന്നും പറ്റില്ല, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. അപ്പം സംവാദങ്ങളിലൊക്കെ ഇത്രയും കത്തി നിൽക്കുന്ന ചുരുക്കം പേരല്ലേ അങ്ങനെ സംസാരിക്കാൻ അറിയാവുന്നവരുള്ളൂ, പോയിന്റ്സ് പറഞ്ഞ് പിടിച്ചു നിന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയം കൈവശമുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഇപ്പോഴാണ് MLA ആയത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനൊരു സംഭവം, ഇത് ആളുകൾക്ക് ഒരു ഞെട്ടലാണ്. ഇവരുടെ പണി ആയിരിക്കുമോ? പെണ്ണ് കേസി കുടുക്കി രാഷ്ട്രീയ ഭാവി, നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്, ഇതായിരിക്കും എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറിവും കൂടെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇദ്ദേഹത്തെ പറ്റി സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്ത് വിശ്വസിച്ചിട്ടാണ് ഇയാളുമായിട്ട് പ്രേമത്തിലൊക്കെ? ഇയാളുടെ കൂടെ നടക്കുന്ന രണ്ടുപേരോട് ചോദിച്ചാൽ മതി ഇയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഇയാൾക്ക് പൊതുവെ ഒരു പേരുണ്ട്. ഇയാളുടെ ഫ്രണ്ട് സർക്കിളിലും പൊതുവെ പാർട്ടിക്കകത്തും അവിടെ നമ്മൾ അറിയാവുന്ന ആളുകൾക്കിടയിലൊക്കെ ചാറ്റർജി എന്നാണ് ഇയാൾ വിളിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കരമായിട്ട് ഓരോ പെണ്ണുങ്ങളെടുത്ത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സഞ്ചറിൽ വരും, മെസ്സഞ്ചറിൽ ബ്ലോക്ക് ചെയ്ത് ഇൻസ്റ്റയിൽ വരും, അവിടെയും ബ്ലോക്ക് ചെയ്ത് ലാസ്റ്റ് ഇയാൾ ഗൂഗിൾ പേയിൽ വരെ വന്ന് മെസ്സേജ് അയക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്റെ അറിവിൽ ഒരുപാട് പ്രശ്നങ്ങൾ മെസ്സേജ് അയച്ച് രാത്രികളിൽ പെണ്ണുങ്ങളോട് വൃത്തികേടുകൾ, അത് ഈ കോൺഗ്രസിൽ തന്നെയുള്ള പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളാണ്.
അവരെന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. പക്ഷെ ഇതൊന്നും പുറത്തു പറയാൻ എനിക്കും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമപ്രകാരം ആരാണോ ബാധിക്കപ്പെട്ടത് അവര് വേണം ഇതിന് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ. അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം മൂന്നാമത് ഒരാളായി എനിക്കിത് ചെണ്ട കൊട്ടി അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഒരു സന്ദർഭം വന്നപ്പോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് ഇത് എപ്പോഴും ഒതുക്കി തീർക്കുന്നത് ഈ കോൺഗ്രസിൽ ഈ പറഞ്ഞ പോലെ ഇയാളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നിൽക്കുന്ന കുറെ നേതാക്കളാണ്. ഇത് ഇന്നൊന്നലത്തെ സംഭവമൊന്നുമല്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭക്കേസും അബോർഷനും ഇത്രയും വലിയൊരു ഗുരുതരമായ കാര്യമായതുകൊണ്ടായിരിക്കണം പുറത്തു വന്നത്. മറ്റേതൊന്നും പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ അടി കിട്ടേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അറിയാം യഥാർത്ഥത്തിൽ വരുന്നത്. ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ചെങ്കിലും ഇതൊക്കെ അറിയേണ്ടതല്ലേ? ഇത് ഇൻഡസ്ട്രിയിൽ ഇറങ്ങി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെയാണെന്നുള്ളത്. കാരണം ഇത് പരസ്യമായ ഒരു രഹസ്യമാണെന്നേ പറയാൻ സാധിക്കൂ. എന്നിട്ട് ഇയാളുമായിട്ട് പ്രേമത്തിലായി ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ വിക്ടിമിനെ കുറ്റം പറയല്ല. നമുക്കൊരു മിനിമം സെൻസ് വേണമല്ലോ. നമ്മൾ ഒരാളുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മിനിമം ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ചോദിക്കില്ല ഇയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്. നമ്മളൊരു ലൈഫൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാം. അല്ലാതെ ഒട്ടും ബ്ലൈൻഡ് ആയിട്ട് ഈ പുറമേ കാണുന്നത് മാത്രമാണ് മനുഷ്യനെന്ന് വിചാരിക്കുന്ന അത്രയും ബ്ലൈൻഡ് ആകരുത് പെൺകുട്ടികൾ ആരും തന്നെ. ഈ വ്യക്തിനെ സത്യം പറഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ഒരു പൂങ്കോഴിയാണ് ഇയാള്. ഇയാള് നല്ല രീതിയിൽ സ്ത്രീ വിഷയത്തിൽ വളരെ ദൗർബല്യമുള്ള ഒരു വ്യക്തിയാണ്. അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒളിച്ചു വെക്കുന്നത്. അതായത് ഇപ്പം ഒരാളിപ്പോ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് നിങ്ങളോട്. വേറെ സ്ഥലത്ത് വന്ന് മെസ്സേജ് അയച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഗോസ്റ്റിംഗ് ആണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പുറകെ വന്ന് എന്താ പറയാ എന്റെ പുറകെ വന്ന് എന്നെ ശല്യപ്പെടുന്ന രീതിയിൽ എനിക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കാം. എന്നിട്ട് അത് എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത് നോക്കിയപ്പോ കണ്ടില്ല. ഒരു പെൺകുട്ടിനെ പ്രണയിക്കുന്നു, ഗർഭിണിയാക്കുന്നു. ഇപ്പൊ സെക്സ് ചെയ്യുന്നതൊന്നും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ സെക്സ് ചെയ്യാം. ഇപ്പൊ ഇവിടെയാണെങ്കിലും സെക്സ് നടന്നിട്ടുണ്ടോ എന്നുള്ളതല്ല നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് അബോർഷൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് നിയമപരമായി തെറ്റാണ്. അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു യുവ MLA ഒരു പെൺകുട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ധാർമ്മിക ബോധം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അടുത്ത ഒരു നിയമസഭ ഇലക്ഷനിൽ നമ്മൾ ഇയാളെ മന്ത്രിസഭയിലൊക്കെ ഇയാളൊക്കെയാണോ നമ്മളെ ഭരിക്കേണ്ടത്? നിങ്ങൾ ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെണ്ണിനോട് ഈ രീതിയിൽ പെരുമാറാൻ ശരി അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒന്നെങ്കിൽ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് ആ പെണ്ണാണ് തീരുമാനിക്കേണ്ടത്. അബോർഷനാണോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പെണ്ണാണ് തീരുമാനിക്കേണ്ടത്. നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണമായിരുന്നു. ഒരു മാന്യത, ഒരു മര്യാദ ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മിനിമം ഒരു രാഷ്ട്രീയക്കാരന് വേണം. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ ഇത് അവിശ്വസിച്ചേക്കാം. പക്ഷെ അങ്ങനെ അല്ലാന്ന് പറയുവാണ്. നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കേട്ട് ഉള്ള ഒരു അറിവ് പ്രകാരം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബാധിക്കപ്പെട്ട ആൾക്കാരോട് തന്നെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ഇയാൾ ഇതൊന്നും പുറത്തു വരാത്ത എന്താ, എന്തുകൊണ്ടാണ് ഇയാളുടെ ഇതിങ്ങനെ ഒളിച്ചു വെക്കുന്നതെന്ന് പറയുമ്പോൾ ഇയാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ടും പാർട്ടിക്ക് ഇപ്പൊ അത്തരക്കാരില്ല, അവരുടെ പാർട്ടിയുടെ ഗതികേടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത് ഒളിച്ചു വെച്ച്. പിന്നെ ഈ പറയുന്ന പോലെ അറിയാലോ പേഴ്സണലി തെറ്റ് ചെയ്യുന്ന കുറെ നമ്മുടെ ഇഷ്ടക്കാരാണ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒളിച്ചു വെക്കുന്ന ഒരു പ്രവണത എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും കണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു യുവ നേതാവിനെയും അയാൾ സംസാരിക്കുന്നത് കൊണ്ടോ അയാൾക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടായത് കൊണ്ടോ ഒന്നും ധാർമ്മിക ബോധമില്ലാത്ത ഒരു വ്യക്തിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ തലപ്പത്തേക്ക് ആക്കി വെക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. ഒരു സ്ത്രീയോട് ഇങ്ങനെ ഇടപെടുന്ന ഒരാൾ നാളെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇയാളെ ഒരു പേർവേട്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇയാൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി? ശരിക്കും പറഞ്ഞാൽ ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടല്ലോ, അയാൾ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തതാണ്. ആ പെണ്ണിന്റെ അനുവാദമില്ലാതെ അത് ചെയ്തതാണ്. ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? കോൺഗ്രസ് MLA ആയതുകൊണ്ട് ഇയാൾ ചെയ്തത് അത്ര തെറ്റല്ലാത്ത തെറ്റാണ്, അല്ലെങ്കിൽ വലിയ കാഠിന്യമുള്ളതല്ല, തീവ്രത ഉള്ളതല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ എന്നിട്ട് ഇത് ഒളിച്ചു വെക്കുക. ഇത് മറുഭാഗത്തിരിക്കുന്ന ഈ മാധ്യമപ്രവർത്തകരുടെ ഈ പറയുന്ന സംഘം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ സിംഹിണി എന്തുകൊണ്ട് മിണ്ടിയില്ല, നിങ്ങൾക്കൊരു നിലപാടില്ല എന്നൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ പ്രിയോറിറ്റി എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. അവരുടെ ഒന്നും പ്രിയോറിറ്റി ഒരിക്കലും ഇവിടെ നിലപാടുകൾ ആളുകളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ നിയമം പഠിപ്പിക്കുക, നല്ല പൗരനാകാനായിട്ട് ആളുകളെ സഹായിക്കുക, ഈ ഭരണപക്ഷത്ത് നിന്ന് അവർ ചെയ്യുന്ന കുഴപ്പങ്ങൾ, ആളുകൾക്കെതിരെ ചെയ്യുന്ന ദ്രോഹങ്ങൾ പുറത്തു കൊണ്ടുവരിക, ഇതൊന്നുമല്ല അവരുടെ മോട്ടീവ്. അവരുടെ മോട്ടീവ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ PR ഒക്കെ മേടിച്ചു വെച്ചിട്ട് ജനങ്ങളെ അറിയിക്കേണ്ട വാർത്തകളൊന്നും അറിയിക്കാത്തതും ആവശ്യമില്ലാത്ത PRും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ട വാർത്തകളെല്ലാം അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണപക്ഷത്തിന്റെ പാവകളായിട്ട് എപ്പോഴും അപ്പൊ അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു സംഗതി എന്താണ്? പണമാണ്. അവർക്ക് എന്ത് നിലപാട്, ആരോട് എന്ത് പ്രതിബദ്ധത, എന്ത് ആത്മാർത്ഥത, എന്ത് ക്യാരക്ടർ. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് സത്യം പറഞ്ഞാൽ അവരിങ്ങനെ ഒരു പീഡന കേസ് ഒതുക്കിയെന്ന് എനിക്ക് ഞെട്ടലൊന്നും തോന്നുന്നില്ല. അങ്ങനെ തന്നെ സംഭവിക്കും. അവരത് ചെയ്യും. കാരണം ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്ത് നിലപാടാണ് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾക്കുള്ളത്? എന്ത് കാര്യങ്ങളാണ് ജനങ്ങൾ അറിയേണ്ടത് നിങ്ങൾ അറിയിച്ചിട്ടുള്ളത്? ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതായിക്കോട്ടെ, കേരള സർക്കാരിൽ നിന്ന് വരുന്നതായിക്കോട്ടെ, എന്ത് പദ്ധതികളെ കുറിച്ചാണ് അവർ നിങ്ങൾ അറിയിക്കാറുള്ളത്? എന്ത് കാര്യം ഇവിടെ വന്നാലാണ് നിങ്ങൾ അറിയുന്നത്? നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആരെങ്കിലും കട്ടുമുടിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടി അത് ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പരാതി പറയാൻ പറ്റുന്നുണ്ടോ? ഈ പറയുന്ന വലിയ മാധ്യമങ്ങൾ അത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ആ വാർത്തയൊക്കെ നല്ല അസലായിട്ട് മുക്കുകയും ചെയ്യും. അപ്പൊ ഇവർക്ക് പൈസ മാത്രമാണ് വലുത്. അതിനു വേണ്ടി ആരെ വേണമെങ്കിലും അബോർഷൻ ചെയ്യിപ്പിക്കും, ആരെ വേണമെങ്കിലും പീഡിപ്പിക്കും. ഇപ്പൊ മറ്റേ എന്താ പറയാ ഷമീത്തലകൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂട്ടി കൊടുക്കാനും പറ്റും. അതൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് നീ ചെയ്തതെന്ന് പോലും പറയാനായിട്ടുള്ള അത്തരം എന്താ പറയാ നട്ടല് പോലും പണയം വെച്ച മാധ്യമങ്ങളുടെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതൊക്കെയാണ് ഇപ്പൊ ഇരിക്കുന്ന രാഷ്ട്രീയക്കാർ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം.
അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് എന്താ പറയാ, കോൺഗ്രസിലായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റിലായിക്കോട്ടെ, BJP-യിലായിക്കോട്ടെ, ഒരു വൃത്തികെട്ടവൻ ഉണ്ടെങ്കിൽ പാർട്ടി നല്ലതായതുകൊണ്ട് ആ വൃത്തികെട്ടവനെ ചുമക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടോ? ഒരിക്കലും ഒരു സ്ത്രീയോട് ഈ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിനെ, ഗോവിന്ദസ്വാമി വൃത്തികെട്ടവനാ, ഈ പറയുന്ന MLA നല്ലവനാന്ന് പറഞ്ഞാൽ അല്ല, രണ്ടുപേരും ഈ കണക്ക് തന്നെ. രണ്ടുപേരും ചെയ്തിരിക്കുന്ന ഒരേ പ്രവൃത്തിയാണെന്നേ പറയുള്ളൂ. ഒരാളുടെ അനുവാദം ഇല്ലാതെ ഇടിച്ചു കയറി ചെയ്ത പ്രവൃത്തി. ഇപ്പൊ ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് ചെയ്തിരിക്കുന്നത് നമ്മളെ എലക്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു MLA ആണ്. അത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്. അവർക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തെറ്റ് തന്നെയാണ്. നമുക്കിനി ഇയാളെ തെരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ ഇയാൾ ഇനി ആ സീറ്റിൽ ഇരിക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം തെറ്റ് ചെയ്തൊരു വ്യക്തിനെ നമ്മളെ ഭരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കാമോ? അപ്പൊ നമ്മുടെ ധാർമ്മിക ബോധം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ വരും തലമുറ എങ്ങനെയാവും ഇങ്ങനെയുള്ള ആൾക്കാരാണ് നയിക്കുന്നുണ്ടെങ്കിൽ? അപ്പൊ ഇതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വരും സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച വേണം എന്നാണ് പറയുന്നത്. കാരണം പുറത്തു വരാനുണ്ട് ഒരുപാട് വിക്ടിംസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ അപ്പോഴൊക്കെ മനസ്സിൽ വിചാരിക്കും, എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ ചെയ്തൊരു സംഗതിയുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം പിടി വീഴും മോനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെടുത്ത് രണ്ടാളെടുത്തല്ല, ഒരുപാട് പേരെടുത്താവുമ്പോ എല്ലാരും ഒന്നും മിണ്ടാതിരിക്കില്ല, എവിടെന്നെങ്കിലും ഒക്കെ അടി വീഴും. അന്നേരത്തേക്ക് ഇപ്പൊ കേറിയ പോലെ അല്ല, വലിയൊരു വീഴ്ചയായിരിക്കും വീഴുന്നത് എന്ന് ഞാൻ ഇവരോടെല്ലാം എപ്പോഴും സംസാരിക്കുമ്പോൾ പറയണതാണ്. അപ്പൊ ഇത് കേട്ടപ്പോഴും എനിക്കൊരു സർപ്രൈസ് ഒന്നും തോന്നുന്നില്ല. ഇത് ഡിവൈഎഫ്ഐക്കാരോ അല്ലെങ്കിൽ ഇയാളെ തകർക്കാൻ വേണ്ടി ആരും പറയണതൊന്നും അല്ല, ഇയാൾ ചെയ്തു തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഇയാളുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അപ്പൊ FIR വരട്ടെ, പേര് പുറത്തു വരട്ടെ, നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.